മൈമെന്റർ PSC ആപ്പിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ LDC പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 2023-24 കാലയളവിൽ PSC ചോദിച്ച പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും റിലേറ്റഡ് ഫാക്ട്സ് നമ്മൾ പഠിച്ചതാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന LDC പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിൽ നിന്നെടുത്ത 100 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ക്ലാസ് മുഴുവനായിട്ട് കാണാം. ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഈ ക്ലാസ് നിങ്ങൾ കാണുമ്പോഴും നോട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കുക. ഈ 100 ചോദ്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുക. ഓരോ പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം പോയിന്റ്സ് കൂടെ നിങ്ങൾ കളക്ട് ചെയ്ത് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിന്റെ പ്രധാനപ്പെട്ട മേഖലകളെല്ലാം തന്നെ കവർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് പോവാം. ഈ ക്ലാസ്സിന്റെ നോട്ട് മൈമെന്റർ PSC ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുന്നതാണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആദ്യത്തെ ചോദ്യം, 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെന്റ് പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ല വയനാടാണ് കേട്ടോ. 2023 നവംബറിൽ വയനാടിന് അങ്ങനെ ഒരു നേട്ടം കൈവരിക്കാനായിട്ട് സാധിച്ചു. 5 വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികളുടെയും പേര് ആധാർ പട്ടികയിൽ ഉൾപ്പെടുത്തി. അപ്പോൾ അത് വയനാടാണ്. ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് വയനാട്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വരുന്നത് ചക്കിട്ടപ്പാറയിലാണ് കേട്ടോ. കേരളത്തിലെ ആദ്യ ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വരുന്നത് കോഴിക്കോടുള്ള ചക്കിട്ടപ്പാറയിലാണ്. ചക്കിട്ടപ്പാറ കോഴിക്കോടാണ്. അടുത്തത്, കേരളത്തിലെ ആദ്യ ഫോറസ്റ്റ് മ്യൂസിയം കുളത്തൂപ്പുഴയിലാണ് കേട്ടോ. കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയിലാണ് കേരളത്തിലെ ആദ്യ ഫോറസ്റ്റ് മ്യൂസിയം. അടുത്ത ക്വസ്റ്റ്യൻ, വിദ്യാർത്ഥികളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി ഓംബുഡ്സ്മാനെ നിയമിക്കാൻ തീരുമാനിച്ച കേരളത്തിലെ ആദ്യ യൂണിവേഴ്സിറ്റി APJ അബ്ദുൽ കലാം യൂണിവേഴ്സിറ്റി. അതായത് വിദ്യാർത്ഥികളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായിട്ട് ഓംബുഡ്സ്മാനെ നിയമിക്കാൻ തീരുമാനിച്ച കേരളത്തിലെ ആദ്യ യൂണിവേഴ്സിറ്റി. ഓംബുഡ്സ്മാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാം. ഓംബുഡ്സ്മാനെ നിയമിക്കാൻ തീരുമാനിച്ച ആദ്യ യൂണിവേഴ്സിറ്റിയാണ് APJ അബ്ദുൽ കലാം യൂണിവേഴ്സിറ്റി. കേരളത്തിലെ ആദ്യ യൂണിവേഴ്സിറ്റി. അടുത്ത ചോദ്യം, 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കേരളത്തിൽ നിർമ്മിച്ച ആദ്യ കെട്ടിടം അമേസ് 28. 3D പ്രിന്റിംഗ് ടെക്നോളജി, 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കേരളത്തിൽ നിർമ്മിച്ച ആദ്യ കെട്ടിടം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. അമേസ് 28 എന്നാണ് അതിൻ്റെ പേര്. തിരുവനന്തപുരത്ത് PTP നഗറിലുള്ള കേരള സ്റ്റേറ്റ് നിർമ്മിതി കേന്ദ്രയിലാണ് ആ കെട്ടിടം നിർമ്മിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം, പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ലോകത്തിലെ ആദ്യ സർവകലാശാല വിശ്വഭാരതി സർവകലാശാലയാണ് കേട്ടോ. പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ലോകത്തിലെ ആദ്യ സർവകലാശാല. ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ. അങ്ങനെ എടുത്തു പറയാൻ കാരണം വെച്ചാൽ സാധാരണയായിട്ട് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന മോണുമെന്റ്സ് ഒക്കെ തന്നെ ഇപ്പോൾ ഉപയോഗശൂന്യമായിട്ടുള്ള പണ്ടുള്ള മോണുമെന്റ്സ് ആണ്. പക്ഷേ പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ തന്നെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടാൻ സാധിച്ച ലോകത്തിലെ തന്നെ ആദ്യ യൂണിവേഴ്സിറ്റിയാണ്, സർവകലാശാലയാണ് വിശ്വഭാരതി സർവകലാശാല. വെസ്റ്റ് ബംഗാളിലെ ശാന്തിനികേതൻ എന്ന സ്ഥലത്താണ് ഈ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. 1921 രവീന്ദ്രനാഥ് ടാഗോറാണ് ഈ സർവകലാശാല സ്ഥാപിക്കുന്നത്. ഓക്കെ, 1921 രവീന്ദ്രനാഥ് ടാഗോർ. വെസ്റ്റ് ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി നിലവിൽ വരുന്ന 8 വരി എലിവേറ്റഡ് എക്സ്പ്രസ് ഹൈവേ ദ്വാരക എക്സ്പ്രസ് വേ. ദ്വാരക എക്സ്പ്രസ് വേ ആണ് ഇന്ത്യയിൽ ആദ്യമായി നിലവിൽ വരുന്ന 8 വരി എലിവേറ്റഡ് എക്സ്പ്രസ് ഹൈവേ. എലിവേറ്റഡ് എക്സ്പ്രസ് ഹൈവേ ദ്വാരക എക്സ്പ്രസ് വേ ആണ് കേട്ടോ. ഇതിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്, നോർത്തേൺ പെരിഫറൽ റോഡ്. ദ്വാരക എക്സ്പ്രസ് വേയുടെ മറ്റൊരു പേരാണ് നോർത്തേൺ പെരിഫറൽ റോഡ് എന്നും അറിയപ്പെടുന്നു. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ സോളാർ സിറ്റി, ഇന്ത്യയിലെ ആദ്യ സോളാർ നഗരം ഏതാണ്? സാഞ്ചി. മധ്യപ്രദേശിലുള്ള സാഞ്ചിയാണ് ഇന്ത്യയിലെ ആദ്യ സോളാർ നഗരം, സോളാർ സിറ്റി. അടുത്തത്, വെർച്വൽ ക്രെഡിറ്റ് കാർഡ് പുറത്തിറക്കിയ ഇന്ത്യയിലെ ആദ്യ ബാങ്ക് HDFC ആണ് കേട്ടോ. ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. വെർച്വൽ ക്രെഡിറ്റ് കാർഡ്, വെർച്വൽ ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് ആദ്യമായി പുറത്തിറക്കിയ ഇന്ത്യയിലെ ആദ്യ ബാങ്കാണ് HDFC. അടുത്ത ചോദ്യം, ലോകത്തിലെ ആദ്യ AI ഹ്യൂമനോയിഡ് റോബോട്ട് CEO. ലോകത്തിലെ ആദ്യ AI ഹ്യൂമനോയിഡ് റോബോട്ട് CEO. CEO എന്താണെന്നറിയാം അല്ലേ? ഒരു പദവിയാണ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലേ, ഒരു ഡെസിഗ്നേഷനാണ്. അപ്പോൾ ആദ്യ AI ഹ്യൂമനോയിഡ് റോബോട്ട് CEOയുടെ പേരാണ് മിഖ. മിഖ എന്നാണ് പേര്.
ഒരു CEO ആയിട്ട് ഒരു റോബോട്ടിനെ നിയമിച്ചു, ഒരു AI ഹ്യൂമനോയിഡ് റോബോട്ടിനെ നിയമിച്ചു. പേര് മിക. ഹാൻസൺ റോബോട്ടിക്സ് ആൻഡ് ഡിക്റ്റേഡർ എന്ന് പറയുന്ന പോളണ്ടിലെ കമ്പനിയാണ് ഈ റോബോട്ടിനെ നിർമ്മിച്ചത്, വികസിപ്പിച്ചത്. അപ്പോൾ ആ കമ്പനി ആ റോബോട്ടിനെ തന്നെ ആ കമ്പനിയുടെ CEO ആയിട്ട് നിയമിച്ചു. പേര് മിക, MIKA. അടുത്ത ചോദ്യം, 2023 ഫ്രാൻസിന്റെ ബാസ്റ്റിൽ ദിന പരേഡിന്റെ മുഖ്യാതിഥി. ഫ്രാൻസിന്റെ ബാസ്റ്റിൽ ദിന പരേഡിന്റെ മുഖ്യാതിഥി 2023 ആരാണ്? നരേന്ദ്രമോദി. നരേന്ദ്രമോദിയായിരുന്നു 2023 ഫ്രാൻസിന്റെ ബാസ്റ്റിൽ ദിന പരേഡിന്റെ മുഖ്യ അതിഥി. ബാസ്റ്റിൽ ദിനം എന്ന് പറയുന്നത് നമ്മുടെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ അനുസ്മരണയ്ക്കായിട്ട് ആചരിക്കുന്ന ദിനമാണ് ബാസ്റ്റിൽ ദിനം. അപ്പോൾ ആ പരേഡിന്റെ മുഖ്യ അതിഥിയായിട്ട് ക്ഷണിച്ചത് ആരെയാണ്? നരേന്ദ്രമോദിയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ്. അടുത്ത ചോദ്യം, സ്കൂളുകളിൽ മൊബൈൽ ഫോൺ നിരോധിക്കണമെന്ന് ശുപാർശ ചെയ്ത അന്താരാഷ്ട്ര സംഘടന യുനെസ്കോ ആണ് കേട്ടോ. യുനെസ്കോ ഈയിടെയായിട്ട് അങ്ങനെ ഒരു ശുപാർശ വെച്ചായിരുന്നു, സ്കൂളുകളിൽ മൊബൈൽ ഫോൺ നിയന്ത്രിക്കണം, പൂർണ്ണമായിട്ട് നിരോധിക്കണമെന്ന്. ഓക്കെ, അടുത്തത് 2023 ഫിലിപ്പീൻസ്, ചൈന എന്നിവിടങ്ങളിൽ നാശം വിതച്ച ചുഴലിക്കാറ്റ് ഡോക്സുരി. ഡോക്സുരി എന്ന ചുഴലിക്കാറ്റാണത്. 2023 ഫിലിപ്പീൻസ്, ചൈന എന്നിവിടങ്ങളിൽ നാശം വിതച്ച ചുഴലിക്കാറ്റ് ഡോക്സുരി. അതിന് പേര് നൽകിയത്, ഡോക്സുരി എന്ന പേര് നൽകിയത് ദക്ഷിണ കൊറിയയാണ്, സൗത്ത് കൊറിയയാണ് ഡോക്സുരി എന്ന പേര് നൽകിയത്. അടുത്ത ചോദ്യം, അനധികൃത മയക്കുമരുന്ന് കടത്തലിനെതിരായി ഇന്ത്യയും അമേരിക്കയും ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതി. ഇന്ത്യയും അമേരിക്കയും ചേർന്ന അനധികൃത മയക്കുമരുന്ന് കടത്തലിനെതിരായി നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരാണ് ഓപ്പറേഷൻ ബ്രോഡർ സോഡ്. ഓപ്പറേഷൻ ബ്രോഡർ സോഡ്. ബോർഡർ അല്ല ബ്രോഡർ ആണ് കേട്ടോ. ഓപ്പറേഷൻ ബ്രോഡർ സോഡ്. അടുത്ത ചോദ്യം, ഏറ്റവും വലിയ ഓപ്പൺ എയർ തിയേറ്റർ ഫെസ്റ്റിവലായ ധനുയാത്രയുടെ വേദി. ഏറ്റവും വലിയ ഓപ്പൺ എയർ തിയേറ്റർ ഫെസ്റ്റിവലായ ധനുയാത്ര. അപ്പോൾ ഒരു പോയിന്റ് കൂടെ കിട്ടി. ഏറ്റവും വലിയ ഓപ്പൺ എയർ തിയേറ്റർ ഫെസ്റ്റിവലിന്റെ പേരാണ് ധനുയാത്ര. അതിന്റെ വേദി ഒഡീഷയാണ്. ഒഡീഷയിലെ ബർഗഡിൽ വെച്ചാണ് അത് നടക്കുന്നത്. ഏതാണ്ട് 8 കിലോമീറ്റർ റേഡിയസ് ഉള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പൺ എയർ തിയേറ്ററാണ്. ഗിന്നസ് ബുക്കിലേക്ക് ഇടം നേടിയ ഓപ്പൺ എയർ തിയേറ്ററാണ്. അത് ബർഗഡിലാണ്, ഒഡീഷയിലെ ബർഗഡിലാണ്. ഓക്കെ, അടുത്ത ചോദ്യം, 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ വെച്ചാണ് നടന്നത്. 2023 കാര്യമാണ് പറയുന്നത് കേട്ടോ. 2023 108ാമത്. ഇനി 2024 നടന്ന, അതായത് 109ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി, ഫഗ്വാര, പഞ്ചാബ്. പഞ്ചാബിലെ ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി വെച്ചാണ് 2024 109ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് നടന്നത്. അപ്പോൾ 108ാമത് നടന്നത് 2023 നടന്നത് നാഗ്പൂരിൽ, 2024 നടന്നത് പഞ്ചാബിലാണ്, ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി. ഓക്കെ, അടുത്തത് 6ാമത് ലോക ദുരന്ത നിവാരണ ഉച്ചകോടിയുടെ വേദി ഉത്തരാഖണ്ഡിൽ വെച്ചായിരുന്നു നടന്നത്. 6ാമത് ലോക ദുരന്ത നിവാരണ ഉച്ചകോടിയുടെ വേദി ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ വെച്ചാണ് നടന്നത്. അംബാസഡർ അമിതാഭ് ബച്ചൻ ആയിരുന്നു അംബാസഡർ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 6ാമത് ലോക ദുരന്ത നിവാരണ ഉച്ചകോടിയുടെ വേദി ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ വെച്ചായിരുന്നു. അംബാസഡർ അമിതാഭ് ബച്ചൻ ആയിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം, പ്രഥമ KR ഗൗരിയമ്മ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് അലിഡ ഗുവേര എന്ന ക്യൂബൻ സാമൂഹിക പ്രവർത്തകയ്ക്കാണ് പ്രഥമ KR ഗൗരിയമ്മ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത്. അലിഡ ഗുവേര. അടുത്ത ചോദ്യം, പ്രാദേശിക സാമ്പത്തിക വികസനത്തിന് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പുതിയ പദ്ധതി. ഒരു തദ്ദേശ സ്ഥാപനം ഒരു ഉൽപ്പന്നം. പ്രാദേശിക സാമ്പത്തിക വികസനത്തിന് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പുതിയ പദ്ധതി. ഒരു തദ്ദേശ സ്ഥാപനം, സംസ്ഥാന സ്ഥലമാണ് കേട്ടോ, ഒരു തദ്ദേശ സ്ഥാപനം ഒരു ഉൽപ്പന്നം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വ്യവസായ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. അപ്പോൾ ആ പദ്ധതിയുടെ പേര് ഒരു തദ്ദേശ സ്ഥാപനം ഒരു ഉൽപ്പന്നം. അടുത്ത ചോദ്യം, സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിലുള്ള രാജ്യത്തെ ആദ്യ OTT പ്ലാറ്റ്ഫോം. രാജ്യത്തെ ആദ്യ OTT പ്ലാറ്റ്ഫോം ആണ് കേട്ടോ. എന്തിന്റെ? സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള രാജ്യത്തെ ആദ്യ OTT പ്ലാറ്റ്ഫോം ഏതാണ്? പേരെന്താ? സി
സി സ്പേസ് എന്നാണ് ആ OTT പ്ലാറ്റ്ഫോമിന്റെ പേര്. അത് ഡെവലപ്പ് ചെയ്തത്, അത് പുറത്തിറക്കിയത് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ്. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് രാജ്യത്തെ തന്നെ ആദ്യ, അതായത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ആദ്യ OTT പ്ലാറ്റ്ഫോം പുറത്തിറക്കിയത്. ഓക്കെ, പേര് സി സ്പേസ്. അടുത്ത ചോദ്യം, ട്രാവൽ പ്ലസ് ലിഷർ മാഗസീന്റെ 2023 രാജ്യത്തെ മികച്ച ആഭ്യന്തര വിമാനത്താവളത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്? കെമ്പഗൌഡ വിമാനത്താവളം, ബംഗളൂരു. എന്താണ് രാജ്യത്തെ മികച്ച ആഭ്യന്തര വിമാനത്താവളത്തിനുള്ള പുരസ്കാരം ലഭിച്ച വിമാനത്താവളമാണ് കെമ്പഗൌഡ വിമാനത്താവളം, ബംഗളൂരു. ഏതിൻ്റെയാണ്? ട്രാവൽ പ്ലസ് ലിഷർ മാഗസീൻ്റെ 2023 രാജ്യത്തെ ഏറ്റവും മികച്ച ആഭ്യന്തര ഡൊമസ്റ്റിക് എയർപോർട്ടിനുള്ള പുരസ്കാരം ലഭിച്ചത് കെമ്പഗൌഡ വിമാനത്താവളം, ബംഗളൂരു. അടുത്ത ചോദ്യം, 2023 മെയ്യിൽ ആമസോൺ വനത്തിലകപ്പെട്ട കുട്ടികളെ രക്ഷപ്പെടുത്താൻ കൊളംബിയൻ സൈന്യം നടത്തിയ ദൗത്യം ഓപ്പറേഷൻ ഹോപ്പ്. അല്ലേ, വളരെ ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ഒരു രക്ഷാദൗത്യമായിരുന്നു അത്. 2023 മെയ്യിൽ ആമസോൺ വനത്തിൽ 4 കുട്ടികൾ അകപ്പെട്ടു. അല്ലേ, ഒരു പ്ലെയിൻ ക്രാഷിന് ശേഷം 4 കുട്ടികൾ അകപ്പെടുകയും 40 ദിവസത്തോളം കഴിഞ്ഞാണ് അവർ രക്ഷിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ആ രക്ഷാദൗത്യത്തിന്റെ പേര് ഓപ്പറേഷൻ ഹോപ്പ് എന്നായിരുന്നു കേട്ടോ, ഓപ്പറേഷൻ ഹോപ്പ്. അടുത്ത ചോദ്യം, ആഭ്യന്തര കലാപം രൂക്ഷമായ സുഡാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക ദൗത്യം ഓപ്പറേഷൻ കാവേരി. നമ്മൾ കുറച്ച് ദൗത്യങ്ങളുടെ പേരാണ് പഠിക്കുന്നത്. എന്താണ് ഓപ്പറേഷൻ കാവേരി? ആഭ്യന്തര കലാപം രൂക്ഷമായ സുഡാനിൽ ആഭ്യന്തര കലാപം ഉണ്ടായപ്പോൾ അവിടെ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക ദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ കാവേരി. അടുത്തത്, റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് യുക്രൈനിലുള്ള ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരുന്നതിന് ഇന്ത്യ നടത്തുന്ന രക്ഷാദൗത്യം ഓപ്പറേഷൻ ഗംഗ എന്നാണ് ഇതിന്റെ പേര് കേട്ടോ, ഓർത്തു വെച്ചേക്കുക. റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുന്ന സമയത്ത് അവിടെ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ രക്ഷാദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ഗംഗ. അടുത്തത്, തുർക്കിയിലെ ഭൂകമ്പ ബാധിത മേഖലയിൽ ഇന്ത്യ നടത്തുന്ന രക്ഷാപ്രവർത്തനം ഓപ്പറേഷൻ ദോസ്ത്. എന്താണ്? തുർക്കിയിലാണ് കേട്ടോ. ദോസ്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് കൂട്ടുകാരൻ അല്ലേ, ഫ്രണ്ടാണ്. അപ്പോൾ തുർക്കിയിലെ ഭൂകമ്പാധിത മേഖലയിൽ ഇന്ത്യ നടത്തുന്ന രക്ഷാപ്രവർത്തനം, ഇന്ത്യ തുർക്കിയെ സഹായിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ദോസ്ത് എന്ന പേര് വന്നത്, ഓപ്പറേഷൻ ദോസ്ത്. ഓക്കെ, അടുത്ത ചോദ്യം, ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായിരുന്ന നടരാജ ഗുരു സ്ഥാപിച്ച നാരായണ ഗുരുകുലത്തിന്റെ നാരായണ ഗുരുകുലത്തിന്റെ എത്രാമത്തെ വാർഷികമാണ് 2023 ആഘോഷിച്ചത്? 100ാമത്. വർക്കലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അതായത് വർക്കലയിലുള്ള ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായിരുന്ന നടരാജ ഗുരു സ്ഥാപിച്ച നാരായണ ഗുരുകുലത്തിന്റെ 100ാം വാർഷികം 2023 ആഘോഷിച്ചു. ഓക്കെ, അടുത്തത്, 2023 ജനുവരിയിൽ 100ാം വാർഷികം ആഘോഷിച്ച കുമാരനാശാന്റെ ബാല കവിതാ സമാഹാരം പുഷ്പവാടി. അല്ലെ, വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കവിതാ സമാഹാരമാണ് പുഷ്പവാടി. കുമാരനാശാന്റെ 2023 ജനുവരിയിൽ അതിന്റെ 100ാം വാർഷികം ആഘോഷിച്ചു. ഓക്കെ, അടുത്തത്, 2023 50 വർഷം പൂർത്തിയാക്കുന്ന കേരളത്തിലെ കഥകളി കൂടിയാട്ട പഠന കേന്ദ്രം മാർഗി. കേരളത്തിലെ കഥകളി കൂടിയാട്ട പഠന കേന്ദ്രമാണ് മാർഗി. 2023 50 വർഷങ്ങൾ പിന്നിട്ടു. മാർഗിയുടെ ആസ്ഥാനം തിരുവനന്തപുരത്താണ് കേട്ടോ. തിരുവനന്തപുരമാണ് മാർഗിയുടെ ആസ്ഥാനം. ഓക്കെ, കഥകളി കൂടിയാട്ട പഠന കേന്ദ്രമാണ്. അടുത്ത ചോദ്യം, 2023 50ാം വാർഷികം ആഘോഷിച്ച വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് വനിതാ പോലീസ് സ്റ്റേഷൻ. രാജ്യത്തെ തന്നെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ ആയിരുന്നു കോഴിക്കോട് വനിതാ പോലീസ് സ്റ്റേഷൻ. അത് 2023 50ാം വാർഷികം ആഘോഷിച്ചു. 1973 കോഴിക്കോട് വനിതാ പോലീസ് സ്റ്റേഷൻ നിലവിൽ വരുന്നത്. രാജ്യത്തെ ഇന്ത്യയിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷനാണത്. ഓക്കെ, അടുത്തത്, 2023 മാർച്ചിൽ പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ വെച്ച് നടന്ന ഇന്ത്യ ഫ്രഞ്ച് സംയുക്ത സൈനികാഭ്യാസം ഫ്രിഞ്ചെക്സ് കേട്ടോ. അതായത് തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ 2023 മാർച്ചിൽ ഇന്ത്യൻ മിലിറ്ററിയും ഫ്രഞ്ച് മിലിറ്ററിയും ഫ്രാൻസിന്റെ മിലിറ്ററിയും തമ്മിൽ ഒരു ജോയിന്റ് ആയിട്ടൊരു മിലിറ്ററി എക്സസൈസ് നടത്തി. ഓക്കെ, സൈനികാഭ്യാസം നടത്തി. അതിന്റെ പേരാണ് ഫ്രിഞ്ചെക്സ് എന്നാണ് അതിന്റെ പേര്. അടുത്തത്, 2023 ഫെബ്രുവരിയിൽ ജപ്പാനിലെ ഷിഗ പ്രൊവിൻസിൽ നടന്ന ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനികാഭ്യാസം ധർമ്മ ഗാർഡിയൻ. എന്താണ് ധർമ്മ ഗാർഡിയൻ? എന്താണ്? ഇന്ത്യയും ജപ്പാനും
സംയുക്തമായി നടത്തിയ സൈനിക അഭ്യാസമാണ്, മിലിറ്ററി എക്സസൈസ് ആണ് 2023 ഫെബ്രുവരിയിൽ, ധർമ്മ ഗാർഡിയൻ. അടുത്തത്, ഇന്ത്യൻ ആർമിയും എയർഫോഴ്സും സംയുക്തമായി നടത്തുന്ന മൾട്ടി ഡൊമൈൻ എയർലാൻഡ് എക്സസൈസ്. എന്താ മൾട്ടി ഡൊമൈൻ എയർലാൻഡ് എക്സസൈസ്? ആരൊക്കെ തമ്മിൽ നടത്തുന്ന? ഇന്ത്യൻ ആർമിയും എയർഫോഴ്സും തമ്മിൽ നടത്തുന്ന മൾട്ടി ഡൊമൈൻ എയർലാൻഡ് എക്സസൈസിന്റെ പേരാണ് വായു പ്രഹാർ. വായു പ്രഹാർ എന്നാണ് ആ എക്സസൈസിന്റെ പേര്, വായു പ്രഹാർ. അടുത്തത്, തേജസ് യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. തേജസ് യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയാണ് കേട്ടോ. അടുത്ത ചോദ്യം, 2023 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റായ തേജിന് പേര് നൽകിയ രാജ്യം ഇന്ത്യയാണ് കേട്ടോ. ഇന്ത്യയാണ് 2023 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിന് പേര് നൽകിയത്. പേരെന്തായിരുന്നു? തേജ് എന്നായിരുന്നു ആ ചുഴലിക്കാറ്റിന്റെ പേര്. മറ്റൊരു പോയിന്റ് കൂടെ കിട്ടി അല്ലേ? ഓക്കെ, അടുത്തത്, 2023 ഓഗസ്റ്റിൽ ജപ്പാനിലും ദക്ഷിണ കൊറിയയിലും വീശിയ ചുഴലിക്കാറ്റ് ഖാനൂൻ എന്ന ചുഴലിക്കാറ്റാണ് 2023 ഓഗസ്റ്റിൽ ജപ്പാനിലും ദക്ഷിണ കൊറിയയിലും വീശിയത്. അടുത്തത്, 2023 സെപ്റ്റംബറിൽ തായ്വാനിൽ വീശിയ ചുഴലിക്കാറ്റ് ഹൈക്കുയ് എന്ന് പറയുന്ന ചുഴലിക്കാറ്റാണ് 2023 സെപ്റ്റംബറിൽ തായ്വാനിൽ വീശിയത്. ഓക്കെ, അടുത്തത്, 2022 സെപ്റ്റംബറിൽ ഫ്ലോറിഡയിൽ വീശിയ ചുഴലിക്കാറ്റാണ് ഇയാൻ എന്നാണ് ആ ചുഴലിക്കാറ്റിന്റെ പേര്. വർഷം ശ്രദ്ധിക്കുക, 2022 സെപ്റ്റംബറിലാണ് ഫ്ലോറിഡയിൽ വീശിയ ചുഴലിക്കാറ്റിന്റെ പേരാണ് ഇയാൻ. ഓക്കെ, ഇയാൻ. അടുത്ത ചോദ്യങ്ങളിലേക്ക് പോവാം. 2023 അന്തരിച്ച കാരൈക്കുടി ആർ മണി ഏത് സംഗീതോപകരണത്തിലാണ് പ്രശസ്തി നേടിയത്? മൃദംഗമാണ് കേട്ടോ. എന്താണ്? മൃദംഗ വിദ്വാനായ കാരൈക്കുടി ആർ മണി 2023 അന്തരിച്ചു. ഓക്കെ, അടുത്തത്, 2024 റംസാർ സൈറ്റിൽ ഉൾപ്പെട്ട ലോങ്വുഡ് ഷോല റിസർവ് വനം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്ടിലാണ് കേട്ടോ. 2024 റംസാർ സൈറ്റിൽ ഉൾപ്പെട്ട ലോങ്വുഡ് ഷോല റിസർവ് വനം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാടാണ്. ഓക്കെ, അടുത്ത ചോദ്യം, കേന്ദ്ര സർക്കാരിന്റെ സ്വദേശി ദർശൻ 2.0 വിനോദസഞ്ചാര പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ സ്ഥലങ്ങൾ കുമരകവും ബേപ്പൂരുമാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയൊക്കെ വികസിപ്പിക്കാനായിട്ട് കൊണ്ടുവന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് സ്വദേശി ദർശൻ. അപ്പൊ സ്വദേശി ദർശൻ രണ്ടാം ഘട്ടം 2.0 ഉൾപ്പെട്ട കേരളത്തിലെ സ്ഥലങ്ങളാണ് കുമരകവും ബേപ്പൂരും. ഓക്കെ, അടുത്തത്, താനൂർ ബോട്ടപകടം നടന്നത് 2023 മെയ് 7 അല്ലേ? കേരളം ഒട്ടാകെ കണ്ണീരിലാണ്ട ഒരു ബോട്ടപകടമായിരുന്നു. 11 കുട്ടികൾ ഉൾപ്പെടെ 22 പേരാണ് ആ അപകടത്തിൽ മരിച്ചത്. അപ്പോൾ താനൂർ ബോട്ടപകടം നടന്നത് 2023 മെയ് 7 കേട്ടോ. മെയ് 7 അപകടത്തിൽപ്പെട്ട ബോട്ടിന്റെ പേര് അറ്റ്ലാന്റിക്. ഓർത്തു വെച്ചേക്കുക, അപകടത്തിൽപ്പെട്ട ബോട്ടിന്റെ പേര് അറ്റ്ലാന്റിക്. അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ജസ്റ്റിസ് VK മോഹനൻ കമ്മീഷനാണ് അപകടത്തെ പറ്റി അന്വേഷിച്ചത്. ജസ്റ്റിസ് VK മോഹനൻ കമ്മീഷൻ. അപ്പോൾ ആ പോയിന്റ് കൂടി ഓർത്തു വെച്ചേക്കുക. അടുത്ത ചോദ്യം, അസ്ത്രശക്തി വ്യോമാഭ്യാസത്തിന്റെ ഭാഗമായി ആകാശത്തിലെ 4 ടാർഗറ്റുകളെ ഒരേ സമയം തകർത്ത ഇന്ത്യൻ മിസൈൽ ആകാശ് എന്ന പേരുള്ള മിസൈലാണ് അസ്ത്രശക്തി വ്യോമാഭ്യാസത്തിന്റെ ഭാഗമായി ആകാശത്തിലെ 4 ടാർഗറ്റുകളെ ഒരേ സമയം തകർത്ത ഇന്ത്യൻ മിസൈൽ. DRDO ആണ് വികസിപ്പിച്ചത് കേട്ടോ. DRDO ആണ്. അടുത്തത്, പായ്വഞ്ചിയിൽ ലോകം ചുറ്റാൻ ഇന്ത്യൻ നാവികസേന തിരഞ്ഞെടുത്ത വനിതകളിൽ ഉൾപ്പെട്ട മലയാളി K ദിൽനയാണ്. കോഴിക്കോട് സ്വദേശിനിയായ K ദിൽനയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ദിൽനയെ കൂടാതെ പോണ്ടിച്ചേരി സ്വദേശിനിയായ രൂപയെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഓക്കെ, പായ്വഞ്ചിയിൽ ലോകം ചുറ്റാൻ ഇന്ത്യൻ നാവികസേന തിരഞ്ഞെടുത്ത വനിതകളിൽ ഉൾപ്പെട്ട മലയാളിയുടെ പേര് K ദിൽന. അടുത്തത്, ഇന്ത്യൻ കരസേനയിലെ ആദ്യ വനിതാ യുദ്ധവിമാന പൈലറ്റ് അഭിലാഷ ബറാക്ക്. ഹരിയാന സ്വദേശിനിയായ അഭിലാഷ ബറാക്കാണ് ഇന്ത്യൻ കരസേനയിലെ ആദ്യ വനിതാ യുദ്ധവിമാന പൈലറ്റ് ആണ് ആദ്യ വനിതാ യുദ്ധവിമാന പൈലറ്റ് ഇന്ത്യൻ കരസേനയിലെ അഭിലാഷ ബറാക്ക്. ഹരിയാന സ്വദേശിനിയാണ്. അടുത്തത്, സൈനികരുടെ ഭാര്യമാരുടെ ക്ഷേമത്തിനും പരാതികൾ പരിഹരിക്കുന്നതിനുമായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഏകജാലക സൗകര്യം
വീരാംഗന സേവാ കേന്ദ്രം. വീരാംഗന സേവാ കേന്ദ്രം എന്നാണ് അതിന്റെ പേര്. സൈനികരുടെ ഭാര്യമാരുടെ ക്ഷേമത്തിനും പരാതികൾ പരിഹരിക്കുന്നതിനുമായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഏകജാലക സൗകര്യം. വീരാംഗന സേവാ കേന്ദ്രം. അടുത്ത ചോദ്യം, ഗണിത പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ കേരള സർക്കാർ KDISCുമായി സഹകരിച്ച് നടപ്പാക്കുന്ന പദ്ധതി. മഞ്ചാടിയാണ് കേട്ടോ അതിന്റെ പേര്. മഞ്ചാടി എന്നാണ് അതിന്റെ പേര്. ഗണിത പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ. അതായത് മിക്കവാറും കുട്ടികൾക്ക് മാത്തമാറ്റിക്സ് എന്ന വിഷയം എന്താണ്, അവർ പുറകിലോട്ട് ഇരിക്കുന്ന ഒരു വിഷയമായിരിക്കും അല്ലെ, ബുദ്ധിമുട്ടുള്ള വിഷയമായിരിക്കും. അപ്പോൾ അതിൽ ആപ്റ്റിറ്റ്യൂഡ് കൂട്ടാനായിട്ട്, അഭിരുചിയൊക്കെ കൂട്ടാനായിട്ട് കേരള സർക്കാർ KDISCുമായിട്ട് കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നൊവേഷൻ സ്ട്രാറ്റജിക് കൗൺസിലായ KDISCുമായി സഹകരിച്ച് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് മഞ്ചാടി. അടുത്തത്, കുടുംബശ്രീ വനിതകൾക്ക് തുടർ വിദ്യാഭ്യാസം നൽകുന്നതിനായി കുടുംബശ്രീ സാക്ഷരതാ മിഷൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹകരണത്തോടു കൂടി ആരംഭിച്ച സാക്ഷരതാ പദ്ധതിയുടെ പേര് സമ എന്നാണ് കേട്ടോ. കുടുംബശ്രീ വനിതകൾക്ക് തുടർ വിദ്യാഭ്യാസം കൊടുക്കുന്നതിനായിട്ട് തുടങ്ങിയ പദ്ധതിയാണ്, അതിന്റെ പേരാണ് സാക്ഷരതാ പദ്ധതിയാണ്, അതിന്റെ പേരാണ് സമ. അടുത്ത ചോദ്യം, പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ പോലീസ് മേധാവിയെ നേരിട്ട് അറിയിക്കുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പുതിയ പദ്ധതി. ദൃഷ്ടി എന്നാണ് ആ പദ്ധതിയുടെ പേര് കേട്ടോ. ദൃഷ്ടി എന്താണ്? പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ പോലീസ് മേധാവിയെ നേരിട്ട് അറിയിക്കാനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ദൃഷ്ടി. അടുത്തത്, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനായി ഓപ്പറേഷൻ ദുരാചാരി, ഇമ്പോർട്ടൻ്റ് ആണ്, ഓപ്പറേഷൻ ദുരാചാരി എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ്. എന്താണ്? സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനായി ഓപ്പറേഷൻ ദുരാചാരി ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ്. UP ആണ് കേട്ടോ, ഉത്തർപ്രദേശ്. അടുത്ത ചോദ്യം, രാജ്യത്തിനായി വീരമൃത്യു വരിച്ചവരെ ആദരിക്കാൻ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ആരംഭിച്ച പുതിയ ക്യാമ്പയിൻ. മേരി മാട്ടി മേരാ ദേശ്. മേരി മാട്ടി മേരാ ദേശ് എന്ന് പറയുന്ന ക്യാമ്പയിനാണ് ആരംഭിച്ചത്. എന്തിനു വേണ്ടി? രാജ്യത്തിനായി വീരമൃത്യു വരിച്ചവരെ ആദരിക്കാൻ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ആരംഭിച്ച ക്യാമ്പയിൻ മേരി മാട്ടി മേരാ ദേശ്. അടുത്തത്, 74ാമത് റിപ്പബ്ലിക് ദിനാഘോഷം മുഖ്യാതിഥി അബ്ദേൽ ഫത്ത എൽ സിസി. ഈജിപ്തിന്റെ പ്രസിഡന്റായ അബ്ദേൽ ഫത്ത എൽ സിസിയാണ് 74ാമത് റിപ്പബ്ലിക് ദിനാഘോഷം, അതായത് 2023 റിപ്പബ്ലിക് ദിനത്തിലെ ഇന്ത്യയുടെ മുഖ്യ അതിഥി. 2023 ശ്രദ്ധിക്കുക, 2023 ആണ്, 24 അല്ല, 2023 റിപ്പബ്ലിക് ദിനത്തിലെ ഇന്ത്യയുടെ മുഖ്യ അതിഥി ആരായിരുന്നു? അബ്ദേൽ ഫത്ത എൽ സിസി, ഈജിപ്തിന്റെ പ്രസിഡന്റ്. അങ്ങനെയാണ് 2024 മുഖ്യാതിഥി ആരായിരുന്നു? ഇമാനുവൽ മാക്രോൺ, ഫ്രഞ്ച് പ്രസിഡന്റ്, ഫ്രാൻസിന്റെ പ്രസിഡന്റായ ഇമാനുവൽ മാക്രോൺ ആയിരുന്നു 2024 ഇന്ത്യയിലെ റിപ്പബ്ലിക് ഡേയുടെ മുഖ്യ അതിഥി. ഓക്കെ, അപ്പൊ 2023 മുഖ്യ അതിഥിയായിട്ട് എത്തിയത് അബ്ദേൽ ഫത്ത എൽ സിസി. 2024 ഈ വർഷത്തെ മുഖ്യാതിഥി ആരായിരുന്നു? ഇമാനുവൽ മാക്രോൺ, ഫ്രാൻസിന്റെ പ്രസിഡന്റ്. ഓക്കെ, അടുത്തത്, 2023 റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം അവതരിപ്പിച്ച ഫ്ലോട്ടിന്റെ വിഷയം സ്ത്രീ ശാക്തീകരണം. 2023 റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം അവതരിപ്പിച്ച ഫ്ലോട്ടിന്റെ വിഷയം സ്ത്രീ ശാക്തീകരണമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക 2024 ഇല്ലേ എന്ന്. 2024 കേരളത്തിന്റെ ഫ്ലോട്ട് ഇല്ലായിരുന്നു. അതായത് ഈ വർഷം റിപ്പബ്ലിക് ഡേ പരേഡിൽ കേരളത്തിന്റെ ഫ്ലോട്ട് ഇല്ലായിരുന്നു. കേരളം റെക്കമെൻഡ് ചെയ്ത 10 തീമുകളും നമ്മുടെ പ്രതിരോധ മന്ത്രാലയം റിജക്റ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഫ്ലോട്ട് ഇല്ലായിരുന്നു. കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ 4ാമത്തെ തവണയാണ് കേരളത്തിന്റെ ഫ്ലോട്ട് റിജക്റ്റ് ചെയ്യപ്പെടുന്നത്. 2014 1ാം സ്ഥാനം ലഭിച്ചത് കേരളത്തിനായിരുന്നു. ഫ്ലോട്ടുകളിൽ മികച്ച ഫ്ലോട്ടിനുള്ള സമ്മാനം കിട്ടിയത്, അല്ലെങ്കിൽ 1ാം സ്ഥാനം ലഭിച്ചത് കേരളത്തിനായിരുന്നു 2014. ഓക്കെ, 2023 റിപ്പബ്ലിക് ദിന പരേഡിൽ ഫ്ലോട്ടുകളിൽ 1ാം സ്ഥാനം നേടിയത് 2023 കേട്ടോ. ഉത്തരാഖണ്ഡിന്റെ ഫ്ലോട്ടിനാണ് 1ാം സ്ഥാനം ലഭിച്ചത്. 2ാമത് മഹാരാഷ്ട്ര, അത് 2023. ഇനി 2024 ഈ വർഷത്തെ 1ാം സ്ഥാനം നേടിയത് ഒഡീഷയാണ്. 2ാമത് ഗുജറാത്ത്. അതായത് കഴിഞ്ഞ വർഷത്തെ റിപ്പബ്ലിക് ഡേ പരേഡിൽ 2023 റിപ്പബ്ലിക് ഡേ പരേഡിൽ മികച്ച ഫ്ലോട്ടിനുള്ള പുരസ്കാരം 1ാം സ്ഥാനം ലഭിച്ചത് ഉത്തരാഖണ്ഡിന്റെ ഫ്ലോട്ടിനായിരുന്നു. 2ാമത് മഹാരാഷ്ട്ര. ഈ വർഷത്തെ 2024 1ാം സ്ഥാനം നേടിയത് ഒഡീഷ, 2ാം സ്ഥാനം ഗുജറാത്ത്. കേട്ടോ, ഞാനിപ്പോൾ 2024 തന്നെ 2023 കൂടെ പറയുന്നതിന് കാരണം ഇപ്പോൾ LDC പരീക്ഷയാണ് അല്ലേ. അപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സ് ഒക്കെ എടുക്കുമ്പോൾ തീരെ ഇപ്പോൾ 1 മാസം മുമ്പോ 2 മാസം മുമ്പോ നടന്നതിനേക്കാൾ കൂടുതൽ കഴിഞ്ഞൊരു 2-2.5 വർഷം വരെ നമ്മൾ എന്താണ് പുറകിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ചോദ്യങ്ങൾ അവിടെ നിന്നും വരാം. അപ്പോൾ അത് ശ്രദ്ധിച്ച് വെച്ചേക്കുക.
അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ടെന്നീസിന്റെ ഓപ്പൺ ഇറയിൽ ഹാർഡ് കോർട്ടിലും ക്ലേ കോർട്ടിലും 450 വീതം വിജയങ്ങൾ നേടുന്ന ആദ്യ ടെന്നീസ് താരം റാഫേൽ നദാലാണ് അല്ലെ. വളരെ പ്രസിദ്ധനായ ടെന്നീസ് താരമാണ് റാഫേൽ നദാൽ. അദ്ദേഹത്തിന് ഒരു റെക്കോർഡ് കിട്ടി. എന്താ, ഹാർഡ് കോർട്ടിലും ക്ലേ കോർട്ടിലും 2 തരത്തിലുള്ള കോർട്ടുകളുണ്ട് ടെന്നീസ് കളിക്കുന്നത്. ഹാർഡ് കോർട്ടും ഉണ്ട്, ക്ലേ കോർട്ടും ഉണ്ട്. അപ്പോൾ 2 കോർട്ടിലും 450 വീതം വിജയങ്ങൾ നേടുന്ന ആദ്യ ടെന്നീസ് താരമാണ് റാഫേൽ നദാൽ. ഓക്കെ, അടുത്ത ചോദ്യം, ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഗോൾഫ് താരം അദിതി അശോക്. അദിതി അശോക് ആണ് ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഗോൾഫ് താരം അല്ലേ. പ്രത്യേകിച്ച് നമുക്ക് കേരളത്തിൽ അത്ര സുപരിചിതമല്ലാത്തൊരു ഒരു സ്പോർട്ടാണ്, ഒരു കായിക ഇനമാണ് ഗോൾഫ് എന്ന് പറയുന്നത്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഗോൾഫ് താരമാണ് അദിതി അശോക്. ഓക്കെ, അടുത്ത ചോദ്യം, പുരുഷ ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി 2023 ജേതാക്കൾ ഇന്ത്യയാണ് കേട്ടോ. ഇന്ത്യയാണ് 2023 പുരുഷ ജൂനിയർ ഏഷ്യ കപ്പാണ് കേട്ടോ. ജൂനിയർ, സീനിയർ അല്ല, ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി ജേതാക്കൾ ഇന്ത്യയാണ് 2023 നടന്ന. റണ്ണറപ്പ് പാകിസ്ഥാൻ. ഫൈനലിൽ പാകിസ്ഥാനെയാണ് തോൽപ്പിച്ചത്. വേദി നടന്നത് ഒമാനിൽ വെച്ചാണ്, സലാലയിലായിരുന്നു. ഒമാനിലെ സലാലയിൽ വെച്ചാണ് നടന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, 2023 പുരുഷ ചെസ് ലോകകപ്പ് ജേതാവ് മാഗ്നസ് കാൾസൺ ആണ്. വളരെ പ്രശസ്തനായ ചെസ് കളിക്കാരനാണ്, നോർവേക്കാരനായ മാഗ്നസ് കാൾസൺ. മാഗ്നസ് കാൾസൺ ആണ് 2023 പുരുഷ ചെസ് ലോകകപ്പ് കിട്ടിയത്. ഫൈനലിൽ ഇന്ത്യയുടെ സ്വന്തം പ്രജ്ഞാനന്ദയാണ് തോൽപ്പിച്ചത്. റണ്ണറപ്പ് പ്രജ്ഞാനന്ദയാണ്, 2ാം സ്ഥാനം പ്രജ്ഞാനന്ദ ഫൈനൽ വരെ എത്തിയത് തന്നെ നമുക്ക് ഇന്ത്യക്ക് വളരെ വലിയൊരു നേട്ടമായിട്ടാണ് കണക്കാക്കുന്നത് അല്ലേ. ഓക്കെ, അടുത്ത ചോദ്യം, 2023 സംസ്ഥാന സർക്കാരിന്റെ മികച്ച കർഷകനുള്ള കർഷകോത്തമ പുരസ്കാരം ലഭിച്ചത് കെ.എ. റോയ്മോൻ ആണ് 2023 സംസ്ഥാന സർക്കാരിന്റെ മികച്ച കർഷകനുള്ള കർഷകോത്തമ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം, അംബേദ്കർ എ ലൈഫ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ശശി തരൂർ ആണ് കേട്ടോ. ശശി തരൂർ ആണ് അംബേദ്കർ എ ലൈഫ് എന്ന പുസ്തകം എഴുതിയത്. അടുത്തത്, 2023 ലഡാക്കിലെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ പുരോഗതിക്കായി ഓപ്പറേഷൻ സദ്ഭാവന, ഒരു പോയിന്റ് ആണ്, ഓപ്പറേഷൻ സദ്ഭാവന എന്ന ദൗത്യം ആരംഭിച്ച സേനാ വിഭാഗം ഇന്ത്യൻ കരസേന, ഇന്ത്യൻ ആർമിയാണ് 2023 ഓപ്പറേഷൻ സദ്ഭാവന എന്ന് പറയുന്ന ദൗത്യം ആരംഭിച്ചത്. എന്തിനു വേണ്ടിയാണ് അത് ആരംഭിച്ചത്? ലഡാക്കിലെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടി ആരംഭിച്ച ദൗത്യമാണ്. ആരംഭിച്ചത് ഇന്ത്യൻ ആർമിയാണ്. പേര് ഓപ്പറേഷൻ സദ്ഭാവന. അടുത്ത ചോദ്യം, 2023 ഫെബ്രുവരി 10 ഗൂഗിൾ ഡൂഡിലൂടെ ആദരിക്കപ്പെട്ട മലയാള സിനിമയിലെ ആദ്യ നായിക PK റോസി. ഇപ്പൊ മലയാള സിനിമയിലെ ആദ്യ നായിക എന്ന് പറയുമ്പോൾ നമുക്ക് ഉത്തരം അറിയാം, PK റോസിയാണ്. JC ഡാനിയലിന്റെ വിഗതകുമാരനാണ് മലയാളത്തിലെ ആദ്യ സിനിമ, അതിലെ നായികയായിരുന്നു PK റോസി. അപ്പോൾ PK റോസിയെ 2023 ഫെബ്രുവരി 10 ഗൂഗിൾ ഡൂഡിലൂടെ ആദരിക്കപ്പെട്ടു. ഇപ്പോൾ ഗൂഗിൾ ഡൂഡിൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഗൂഗിളിന്റെ ഹോം പേജിൽ വരുമ്പോൾ, നമ്മളിപ്പോൾ സെർച്ച് ചെയ്യാനൊക്കെ ഗൂഗിളിന്റെ ഹോം പേജിൽ വരുമ്പോൾ അവിടെ ഗൂഗിൾ എന്ന് എഴുതിയിരിക്കുന്ന ചില ദിവസങ്ങളിൽ ചില പ്രത്യേക തീമുകളിലായിരിക്കും. ആ ദിവസവുമായിട്ട് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തീമിലായിരിക്കും ഗൂഗിൾ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഫെബ്രുവരി 10 എന്ന് പറയുന്നത് PK റോസിയുടെ ജന്മദിനമാണ് കേട്ടോ, ഫെബ്രുവരി 10. അപ്പോൾ ഫെബ്രുവരി 10 ഗൂഗിൾ ഡൂഡിൽ PK റോസിയായിട്ട് ബന്ധപ്പെട്ടുള്ള തീമായിരുന്നു. അപ്പോൾ ഗൂഗിൾ എന്ന് പറയുമ്പോൾ ഗൂഗിൾ ഇന്ത്യയിൽ കേട്ടോ, ഗൂഗിൾ ഇന്ത്യയിലെ സർവീസിലാണ് അത് കണ്ടത്. ഓക്കെ, അടുത്തത്, 2023 ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദര സൂചകമായി അദ്ദേഹത്തിന്റെ മുഖമുള്ള പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പുറത്തിറക്കിയ വിദേശ രാജ്യം ഓസ്ട്രേലിയ. 2023 ഒക്ടോബറിൽ മമ്മൂട്ടിയുടെ മുഖം വെച്ചുള്ള സ്റ്റാമ്പുകൾ പുറത്തിറക്കിയ രാജ്യമാണ് ഓസ്ട്രേലിയ. അടുത്തത്, രാജ്യത്തെ ഏറ്റവും വലിയ ഹൈബ്രിഡ് IT പാർക്ക് നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ് കേട്ടോ. രാജ്യത്തെ ഏറ്റവും വലിയ ഹൈബ്രിഡ് IT പാർക്ക്. അടുത്തത്, 2023 ഡിസംബറിൽ BBC പുതിയ ചെയർമാനായി നിയമിതനായ ഇന്ത്യൻ വംശജൻ സമീർ ഷാ ആണ് കേട്ടോ. 2023 ഡിസംബറിൽ BBC ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ BBC പുതിയ ചെയർമാനായി നിയമിതനായ ഇന്ത്യൻ വംശജന്റെ പേരാണ് സമീർ ഷാ. ട്വിറ്ററിന്റെ പുതിയ CEO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതയായത് ലിൻഡ യാക്രീനോയാണ്. ട്വിറ്ററിന്റെ പുതിയ CEO ആയിട്ട് നിയമിതയായത്. ട്വിറ്ററിന്റെ, നമ്മുടെ ഇപ്പോൾ X എന്നറിയപ്പെടുന്നു, ട്വിറ്ററിന്റെ പുതിയ CEO.
അടുത്ത ചോദ്യം, 2024 ജനുവരിയിൽ ഡെൻമാർക്കിന്റെ പുതിയ രാജാവായി ചുമതലയേറ്റത് ഫ്രെഡറിക് 10-ാമനാണ്. 2024 ജനുവരിയിൽ ഡെൻമാർക്കിന്റെ പുതിയ രാജാവായി ചുമതലയേറ്റത്. മരണാനന്തര ബഹുമതിയായി കാലിക്കറ്റ് സർവകലാശാല ഗാന്ധി ചെയർ അവാർഡിന് അർഹനായ വ്യക്തി ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിക്കാണ് കാലിക്കറ്റ് സർവകലാശാല ഗാന്ധി ചെയർ അവാർഡ് ലഭിച്ചത്. മരണാനന്തര ബഹുമതിയായി ഉമ്മൻചാണ്ടിക്കാണ് കേട്ടോ. അടുത്ത ചോദ്യം, സ്മോക്ക് ആൻഡ് ആഷസ് എ റൈറ്റേഴ്സ് ജേർണി ത്രൂ ഒപ്പിയംസ് ഹിഡൻ ഹിസ്റ്ററീസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് അമിതാവ് ഘോഷ്. സ്മോക്ക് ആൻഡ് ആഷസ് എന്നാണ് അതിന്റെ പേര്. സ്മോക്ക് ആൻഡ് ആഷസ് എ റൈറ്റേഴ്സ് ജേർണി ത്രൂ ഒപ്പിയംസ് ഹിഡൻ ഹിസ്റ്ററീസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് അമിതാവ് ഘോഷ്. അടുത്ത ക്വസ്റ്റ്യൻ, 2023 ജനുവരിയിൽ പുറത്തിറങ്ങിയ ബ്രിട്ടനിലെ ഹാരി രാജകുമാരന്റെ ആത്മകഥ സ്പെയർ. സ്പെയർ എന്നാണ് ഹാരി രാജകുമാരന്റെ ആത്മകഥയുടെ പേര്. 2023 ജനുവരിയിലാണ് അത് പുറത്തിറങ്ങിയത്. ആത്മകഥയുടെ പേര് സ്പെയർ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഡോങ്കി കൺസർവേഷൻ പാർക്ക് നിലവിൽ വന്നത് ലേയിലാണ് കേട്ടോ. ലഡാക്കിലെ ലേയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡോങ്കി കൺസർവേഷൻ പാർക്ക് നിലവിൽ വന്നത്. ഡോങ്കി കൺസർവേഷൻ പാർക്ക്, കഴുതകളെ സംരക്ഷിക്കുന്ന പാർക്ക്, ഡോങ്കി കൺസർവേഷൻ പാർക്ക്. അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായി സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് ഓൺലൈനായി നടത്തിയ സംസ്ഥാനം കേരളമാണ് കേട്ടോ. കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് ഓൺലൈനായി നടത്തിയ സംസ്ഥാനം. കോവിഡിന്റെ പശ്ചാത്തലത്തിലാണ് അങ്ങനെ നടത്തിയത്. അത് കേരളമാണ്. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ ശുദ്ധമായ ഹരിത ഹൈഡ്രജൻ പ്ലാന്റ് നിലവിൽ വന്നത് ജോർഹട്ട്, അസം. ആസമിലെ ജോർഹട്ടിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ശുദ്ധമായ ഹരിത ഹൈഡ്രജൻ പ്ലാന്റ് നിലവിൽ വന്നത്. ശുദ്ധമായ ഹരിത ഹൈഡ്രജൻ പ്ലാന്റ് നിലവിൽ വന്നത് ആസമിലെ ജോർഹട്ടിലാണ്. അടുത്തത്, ഇലക്ട്രിക് വെഹിക്കിൾ നയത്തിൽ ഇ സൈക്കിളുകൾ ഉൾപ്പെടുത്തിയ ആദ്യത്തെ കേന്ദ്രഭരണ പ്രദേശം ഡൽഹി. ഡൽഹിയിലാണ് ഇലക്ട്രിക് വെഹിക്കിൾ നയത്തിൽ ഇ സൈക്കിളുകളെയും ഉൾപ്പെടുത്തി. അതായത് ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾക്ക് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് MRPയിൽ നിന്ന് 25% സബ്സിഡി കൊടുക്കുന്ന ഒരു നയമുണ്ട്. അപ്പോൾ അതിൽ ഈ സൈക്കിളുകളെയും ഉൾപ്പെടുത്തിയ ആദ്യത്തെ കേന്ദ്രഭരണ പ്രദേശമാണ് ഡൽഹി. ഓക്കെ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ AI സ്കൂൾ നിലവിൽ വരുന്നത് ശാന്തിഗിരി വിദ്യാഭവൻ, പോത്തൻകോട്, തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ പോത്തൻകോടുള്ള ശാന്തിഗിരി വിദ്യാഭവനിലാണ് കേരളത്തിലെ ആദ്യ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്കൂള് നിലവിൽ വരുന്നത്. ഓക്കെ. കേരളത്തിൽ മാതൃകാ ഉത്തരവാദിത്ത ടൂറിസം ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഐമനം. കോട്ടയത്തെ ഐമനമാണ് കേരളത്തിലെ മാതൃകാ ഉത്തരവാദിത്ത ടൂറിസം ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ടത്. ഓക്കെ. അടുത്തത്, സൂക്ഷ്മ ഇടത്തരം ചെറുകിട സംരംഭങ്ങൾക്ക് MSME ആണ് കേട്ടോ. മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. അപ്പോൾ സൂക്ഷ്മ ഇടത്തരം ചെറുകിട സംരംഭങ്ങൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ് കേട്ടോ. കേരളമാണ് സൂക്ഷ്മ ഇടത്തരം ചെറുകിട സംരംഭങ്ങൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. അടുത്ത ചോദ്യം, കേരളത്തിൽ പണ്ഡിറ്റ് കറുപ്പൻ സ്മാരകം നിലവിൽ വന്ന ജില്ല എറണാകുളമാണ് കേട്ടോ. എറണാകുളത്തെ ചെറായിലാണ് പണ്ഡിറ്റ് കറുപ്പൻ സ്മാരകം നിലവിൽ വന്നത്. പണ്ഡിറ്റ് കറുപ്പൻ സ്മാരകം നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ താളിയോല മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് തിരുവനന്തപുരത്താണ് കേട്ടോ. തിരുവനന്തപുരത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ താളിയോല മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ വില്ലകൾ നിലവിൽ വന്നത് ലക്ഷദ്വീപിലാണ് കേട്ടോ. ലക്ഷദ്വീപിലാണ് ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ വില്ലകൾ നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, രാജ്യത്ത് ആദ്യമായി കായിക താരങ്ങൾക്ക് ഇ സർട്ടിഫിക്കറ്റ് നടപ്പാക്കിയ സംസ്ഥാനം കേരളമാണ്. രാജ്യത്ത് ആദ്യമായി കായിക താരങ്ങൾക്ക് ഇ സർട്ടിഫിക്കറ്റ് നടപ്പാക്കിയ സംസ്ഥാനം. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ISRO നടത്തുന്ന യങ് സയന്റിസ്റ്റ് പ്രോഗ്രാം യുവിക എന്നാണ് അതിന്റെ പേര്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ISRO നടത്തുന്ന യങ് സയന്റിസ്റ്റ് പ്രോഗ്രാം, അതിന്റെ പേരാണ് യുവിക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യയിലെ ആദ്യ ചാർട്ടർ ഗേറ്റ്വേ, ഏറ്റവും വലിയ ബിസിനസ് ജെറ്റ് ടെർമിനൽ നിലവിൽ വന്ന വിമാനത്താവളം കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടാണ് കേട്ടോ. സിയാൽ കൊച്ചിൻ ഇന്റർനാഷണൽ വിമാനത്താവളത്തിലാണ് ഇന്ത്യയിലെ ആദ്യ ചാർട്ടർ ഗേറ്റ്വേ നിലവിൽ വന്നത്. അതുമാത്രമല്ല, ഏറ്റവും വലിയ ബിസിനസ് ജെറ്റ് ടെർമിനലും നിലവിൽ വന്നത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ്. അടുത്ത ചോദ്യം, ഔപചാരിക വിദ്യാഭ്യാസത്തിൽ മലയാളം പഠിക്കാത്തവർക്കുള്ള സാക്ഷരതാ മിഷന്റെ സർട്ടിഫിക്കറ്റ് കോഴ്സ് പച്ച മലയാളം. സാക്ഷരതാ മിഷൻ ഒരു പച്ച മലയാളം എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ്
ആരംഭിച്ചിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയാണ്? ഔപചാരിക വിദ്യാഭ്യാസത്തിൽ മലയാളം പഠിക്കാത്തവർക്കുള്ള, അതായത് സ്കൂൾ വിദ്യാഭ്യാസത്തിലും മറ്റും മലയാളം പഠിക്കാത്തവർക്കായിട്ട് കൊണ്ടുവന്ന സർട്ടിഫിക്കറ്റ് കോഴ്സാണ് പച്ച മലയാളം. അടുത്ത ചോദ്യം, 2024 ഏപ്രിലിൽ 17 കോടി രൂപയ്ക്ക് ലേലം ചെയ്യപ്പെട്ട രാജാ രവിവർമ്മയുടെ ചിത്രം മോഹിനി. രാജാ രവിവർമ്മയുടെ മോഹിനി എന്ന ചിത്രം 2024 ഏപ്രിൽ 17 കോടി രൂപയ്ക്ക് ലേലം ചെയ്യപ്പെട്ടു. ഓക്കെ, അടുത്ത ചോദ്യം, 2023 സെപ്റ്റംബറിൽ അന്തരിച്ച ഹീത്ത് സ്ട്രീക്ക് ഏത് രാജ്യത്തെ ക്രിക്കറ്റർ ആയിരുന്നു? സിംബാബ്വെ. 2023 സെപ്റ്റംബറിൽ സിംബാബ്വെ ക്രിക്കറ്ററായ ഹീത്ത് സ്ട്രീക്ക് അന്തരിച്ചു. അടുത്തത്, ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച തുംഗനാഥ് ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡിലാണ് കേട്ടോ. തുംഗനാഥ് ക്ഷേത്രമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. അപ്പോൾ അത് ഉത്തരാഖണ്ഡിലാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം? തമിഴ്നാടാണ് കേട്ടോ. തമിഴ്നാടാണ് ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം. തമിഴ്നാടാണ്. അടുത്തത്, മധ്യപ്രദേശിന് ശേഷം ഹിന്ദിയിൽ MBBS പഠനം ആരംഭിക്കുന്ന സംസ്ഥാനം? ഉത്തരാഖണ്ഡാണ് കേട്ടോ. മധ്യപ്രദേശിന് ശേഷം ഹിന്ദിയിൽ MBBS പഠനം ഹിന്ദിയിൽ ആരംഭിക്കുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ IT ഹബ് സ്ഥാപിതമാകുന്നത്? ലക്നൌവിലാണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ IT ഹബ് സ്ഥാപിതമാകാൻ പോകുന്നത് ലക്നൌവിലാണ് കേട്ടോ. ലക്നൌവിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2023 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാര ജേതാക്കൾ. 2023 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാര ജേതാക്കൾ ഡാനിയൽ ബാരൻബോയിങ്, അലി അബു അവാദ്. ഡാനിയൽ ബാരൻബോയിങ് അർജന്റീനിയൻ പിയാനിസ്റ്റാണ്. അലി അബു അവാദ് പാലസ്തീൻ സമാധാന പ്രവർത്തകനാണ്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കുമാണ് 2023 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത്. ഡാനിയൽ ബാരൻബോയിങ്ങും അലി അബു അവാദിനും. അടുത്ത ചോദ്യം, 2023 ബുക്കർ പ്രൈസ് ജേതാവ് പോൾ ലിഞ്ചിനാണ് 2023 ബുക്കർ സമ്മാനം ലഭിച്ചത്. പോൾ ലിഞ്ചിനാണ്, അയർലാൻഡുകാരനായ പോൾ ലിഞ്ചിനാണ് 2023 ബുക്കർ പ്രൈസ് ലഭിച്ചത്. കൃതി ഏതാണ്? പ്രോഫറ്റ് സോങ് എന്ന രചനയ്ക്കാണ് അദ്ദേഹത്തിന് ബുക്കർ പ്രൈസ് ലഭിച്ചത് 2023. അടുത്ത ചോദ്യം, 2023 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ജേതാവ്. അപ്പോൾ നമ്മളിവിടെ ബുക്കർ പ്രൈസ് കണ്ടു. അടുത്ത ചോദ്യമായിട്ട് വന്ന എന്താണ്? ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ്. അപ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടും രണ്ട് കാറ്റഗറിയാണ്. ഞാനത് പറഞ്ഞുതരാം. ഈ ബുക്കർ പ്രൈസ് എന്ന് പറയുന്നത് UK, അയർലാൻഡ് എന്നീ രാജ്യങ്ങളിൽ എഴുതി പ്രസിദ്ധീകരിക്കുന്ന നോവൽ ഫിക്ഷനുകൾക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ് ബുക്കർ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ UK എന്ന് പറയുമ്പോൾ ഏതൊക്കെ രാജ്യങ്ങളുണ്ട്? ഇംഗ്ലണ്ട് ഉണ്ട്, സ്കോട്ട്ലൻഡ് ഉണ്ട്, വെയിൽസ് ഉണ്ട്, നോർത്തേൺ അയർലാൻഡ് ഉണ്ട്. ഈ 4 രാജ്യങ്ങൾ ചേരുന്നതാണ് UK എന്ന് പറയുന്നത്. പിന്നെ അയർലാൻഡ്. അപ്പോൾ ഇവിടെ എഴുതിയ നോവലുകൾക്കാണ്, അല്ലെങ്കിൽ അവിടെ എഴുതി പ്രസിദ്ധീകരിക്കുന്ന നോവലുകൾക്കാണ്, ഇംഗ്ലീഷ് ഭാഷയിൽ പ്രസിദ്ധീകരിക്കുന്ന നോവലുകൾക്കാണ് ബുക്കർ പ്രൈസ് കൊടുക്കുന്നത്. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ മറ്റ് ഭാഷകൾ, ഇതിന് പുറത്തുള്ള രാജ്യങ്ങളിലെ മറ്റ് ഭാഷകളിൽ എഴുതി ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട രചനകൾക്ക് കൊടുക്കുന്ന ബുക്കർ പ്രൈസ് ആണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ്. അതായത് ആഗോളതലത്തിലും കൂടെ ഇതിനെ എത്തിക്കാനായിട്ട് ചെയ്യുന്ന കാര്യമാണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ്. അത് ലഭിച്ചത് ജോർജി ഗോസ്പിഡിനോവിനാണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചത് 2023. നോവൽ ടൈം ഷെൽട്ടർ. അദ്ദേഹം ഒരു ബൾഗേറിയൻ ഓതറാണ്. ഒരു ബൾഗേറിയൻ ഭാഷയിൽ തന്നെയാണ് ടൈം ഷെൽട്ടർ എന്ന് പറയുന്ന നോവൽ എഴുതിയത്. അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അതിൽ അദ്ദേഹത്തിന് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് കിട്ടി 2023. അപ്പോൾ ബുക്കർ പ്രൈസ് കിട്ടിയത് പോൾ ലിഞ്ച്, പ്രോഫറ്റ് സോങ്ങിനാണ് കിട്ടിയത്. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് കിട്ടിയത് ജോർജി ഗോസ്പിഡിനോവിനാണ്. ടൈം ഷെൽട്ടർ എന്ന നോവലിനാണ് കിട്ടിയത്. ഓക്കെ, അടുത്തത് 2024 കാൻസ് ഫിലിം ഫെസ്റ്റിവലിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച പിയറി ആൻജിനോ ട്രിബ്യൂട്ട് പുരസ്കാരത്തിന് അർഹനായത് സന്തോഷ് ശിവനാണ് കേട്ടോ. മലയാളിയായ സന്തോഷ് ശിവനാണ്, സിനിമറ്റോഗ്രാഫറും ഡയറക്ടറൊക്കെ ആയ സന്തോഷ് ശിവനാണ് 2024 കാൻസ് ഫിലിം ഫെസ്റ്റിവലിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച പിയറി ആൻജിനോ ട്രിബ്യൂട്ട് പുരസ്കാരത്തിന് അർഹനായത് സന്തോഷ് ശിവനാണ്. അടുത്ത ചോദ്യം, 2023 സെപ്റ്റിമിയസ് അവാർഡ്സിൽ മികച്ച ഏഷ്യൻ നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടൊവിനോ തോമസ് ആണ് കേട്ടോ.
അത് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് കണ്ടതാണ്. 2018 എന്ന ചിത്രത്തിനായി ടൊവിനോ തോമസിനാണ് ആ അവാർഡ് ലഭിച്ചത്. സെപ്റ്റിമിയസ് അവാർഡ്സ്, മികച്ച ഏഷ്യൻ നടനുള്ള പുരസ്കാരമാണ് ടൊവിനോ തോമസിന് ലഭിച്ചത്. 2023 കേട്ടോ. അടുത്ത 2023 പത്മശ്രീ ലഭിച്ച മലയാളികൾ. 2023 പത്മശ്രീ ലഭിച്ച മലയാളികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചേക്കുക. VP അപ്പുക്കുട്ടൻ പൊതുവാൾ സാമൂഹിക പ്രവർത്തനത്തിനാണ് കിട്ടിയത്. CI ഐസക് സാഹിത്യം വിദ്യാഭ്യാസം, ചെറുവയൽ K രാമൻ കൃഷി, SRD പ്രസാദ് കായികം. അപ്പൊ ഈ 4 പേർക്കാണ് 2023 പത്മശ്രീ ലഭിച്ച മലയാളികൾ. ഈ 4 പേരാണ് VP അപ്പുക്കുട്ടൻ പൊതുവാൾ, CI ഐസക്, ചെറുവയൽ K രാമൻ, SRD പ്രസാദ്. ഓക്കെ, അടുത്ത ചോദ്യം. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി ഇംഗ്ലീഷ് ബാലസാഹിത്യ പുരസ്കാരം നേടിയത് സുധാമൂർത്തിയാണ് കേട്ടോ. സുധാമൂർത്തിക്കാണ് ലഭിച്ചത് 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി ഇംഗ്ലീഷ് ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് സുധാമൂർത്തിക്കാണ്. കൃതി ഗ്രാൻഡ് പേരൻസ് ബാഗ് ഓഫ് സ്റ്റോറീസ്. ഗ്രാൻഡ് പേരൻസ് ബാഗ് ഓഫ് സ്റ്റോറീസ് എന്ന കൃതിക്കാണ് സുധാമൂർത്തിക്ക് 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി ഇംഗ്ലീഷ് ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം. സുന്ദർബൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ 2023 മികച്ച വിദ്യാഭ്യാസ ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയത് എഴുത്തോല എന്ന ചിത്രത്തിനാണ്. സംവിധാനം സുരേഷ് ഉണ്ണികൃഷ്ണൻ. മലയാളത്തിൽ നിന്നുള്ള എഴുത്തോല എന്ന ചിത്രത്തിനാണ് സുരേഷ് ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത എഴുത്തോല എന്ന ചിത്രത്തിനാണ് 2023 സുന്ദർബൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ മികച്ച വിദ്യാഭ്യാസ ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. എഴുത്തോല. അടുത്ത ചോദ്യം. ഏറ്റവും കൂടുതൽ കാലം അഭിഭാഷകനായി പ്രവർത്തിച്ചു എന്ന് ഗിന്നസ് റെക്കോർഡ് കരസ്ഥമാക്കിയ വ്യക്തി അഡ്വക്കേറ്റ് PB മേനോനാണ് കേട്ടോ. അഡ്വക്കേറ്റ് PB മേനോനാണ്. 73 വർഷം അഭിഭാഷകനായി പ്രവർത്തിച്ച ഗിന്നസ് റെക്കോർഡ് ലഭിച്ച വ്യക്തി അഡ്വക്കേറ്റ് PB മേനോനാണ്. അഡ്വക്കേറ്റ് PB മേനോനാണ് കേട്ടോ. അടുത്തത് 2023 JCB സാഹിത്യ പുരസ്കാര ജേതാവ് പെരുമാൾ മുരുകൻ. 2023 JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പെരുമാൾ മുരുകനാണ്. കൃതി ഫയർ ബേർഡ്. ആളണ്ടപ്പച്ചി, തമിഴാണ്. ആളണ്ടപ്പച്ചി എന്നാണ് ആ കൃതിയുടെ പേര്. അത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തു, ട്രാൻസ്ലേറ്റ് ചെയ്തു. ആരാ ചെയ്തത്? ജനനി കണ്ണനാണ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഫയർ ബേർഡ് എന്ന പേരില്. അതിന് 2023 JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചു. പെരുമാൾ മുരുകനാണ് രചയിതാവ്. ഓക്കെ, അടുത്ത ചോദ്യം. 4ാമത് ദേശീയ ജലശക്തി പുരസ്കാരത്തിൽ മികച്ച പഞ്ചായത്ത് വിഭാഗത്തിൽ 2ാം സ്ഥാനം നേടിയ കേരളത്തിലെ പഞ്ചായത്ത് മാണിക്കൽ പഞ്ചായത്താണ്. തിരുവനന്തപുരത്തെ മാണിക്കൽ പഞ്ചായത്തിനാണ് 2ാം സ്ഥാനം ലഭിച്ചത്. എന്തിലാണ്? ദേശീയ ജലശക്തി പുരസ്കാരത്തിൽ മികച്ച പഞ്ചായത്തിനുള്ള 2ാം സ്ഥാനം ലഭിച്ച കേരളത്തിലെ പഞ്ചായത്ത് ഏതാണ്? മാണിക്കൽ പഞ്ചായത്ത്, തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ 100 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിൽ നിന്നുള്ള 100 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ ഈ ക്ലാസ്സിൽ ഇപ്പോൾ പഠിച്ചു. അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് നോട്ട് ചെയ്ത് വെച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സ് നിങ്ങൾ പരമാവധി കളക്ട് ചെയ്ത് നോട്ട് ചെയ്യുക. അതിന് കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഈ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏതൊക്കെ മേഖലകളാണ് PSC നോക്കുന്നത്, അല്ലെങ്കിൽ PSC കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ആ മേഖലകളൊക്കെ കുറച്ച് ഡീപ്പായിട്ട് തന്നെ വായിക്കുക. അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഫാക്റ്റുകളൊക്കെ കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും അത് പഠിച്ചു വെച്ചേക്കുക. അത് കൂടാതെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, കറണ്ട് അഫയേഴ്സിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ആ ക്ലാസ് കാണാത്തവർക്കായിട്ട് ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അതും കാണുക. നമുക്ക് LDC പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.